പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. കേരള ക്രിസ്തീയ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഫാദർ തോമസ് മണ്ണൂർ എന്ന നാമം വിളക്കിച്ചേർക്കപ്പെടുമ്പോൾ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത കാരിരുമ്പിൻ്റെ കരുത്തായി സഭയുടെ താങ്ങാകുന്നു മണ്ണൂരച്ചൻ. ദാരിദ്ര്യവും സഹനവും ഇച്ഛാശക്തിയും കൊണ്ട് കെട്ടിപ്പടുത്ത ഗോപുരങ്ങളിൽ ആത്മീയതയെ ആവാഹിച്ച് യേശുവിനെ കുടിയിരുത്തി മുന്നേറിയ അതികായൻ. സ്നേഹവും സഹനവും പ്രാർത്ഥനയും ക്രിസ്തീയതയുടെ മുഖമുദ്രയെന്ന് തൻ്റെ പന്ഥാവുകളിലെ പാദമുദ്രകളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് മണ്ണൂരച്ചൻ കാലത്തിന് മുന്നേ നടക്കുന്നു. പുറപ്പാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പ്രയാണനാളുകൾ. കൂട്ടമായി പ്രവാസത്തിലേർപ്പെട്ട ഒരു ജനതയെ നയിക്കാൻ അന്ന് മോശയുണ്ടായിരുന്നു. തേനും പാലും സ്വപ്നം കണ്ടിറങ്ങിയ ഒരു ജനതയെ ഫറവോന്റെ കുടില തന്ത്രങ്ങളിൽ പെടുത്താതെ ദൈവം കാത്തു പരിപാലിച്ചു. മന്നയായും നീരുറവയായും ചെങ്കടൽ പകുത്തും അത്ഭുതങ്ങൾ കാണിച്ച ദൈവം അവർക്ക് മുന്നേ ശത്രുവിന് പ്രതിരോധം തീർത്തു. അത് പുറപ്പാടിന്റെ പഴയ കാലം. 1966 തലചായ്ക്കാൻ മണ്ണിനിടം തേടി പുറപ്പെട്ട ഒരു ജനത ഷിമോഗ എന്ന കർണാടക ഗ്രാമത്തിന്റെ വനാതിർത്തികളിൽ കൂരകൾ കെട്ടി പാർപ്പിടമൊരുക്കി. മണ്ണിനെ കിളച്ചുമറിച്ച് ജീവിത ചാലുകൾ തീർത്ത് അവർ പറിച്ചു നടപ്പെട്ട ജീവിതത്തെ മുളപ്പിച്ചു. ആയിരത്തി 1966 ഫാദർ തോമസ് മണ്ണൂർ പുതിയ നിയോഗവുമായി ഷിമോഗയിലേക്ക് വരുന്നത്. കുന്നേലച്ചനോടൊപ്പം പ്രവർത്തന നിരതനാവുമ്പോൾ ഷിമോഗ കുടിയിറക്ക് ചരിത്രത്തിൻ്റെ കണ്ണിയായി ദൈവം തന്നെ വിളക്കിച്ചേർക്കുകയായിരുന്നു എന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ആ അന്തരീക്ഷമാകെ കലുഷിതമാകുന്നത് അവരറിഞ്ഞത്. കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം. കർണാടക വനത്തിൽ കുടിയേറി പാർത്തവരെ അവിടെ നിന്നും കുടിയിറക്കണം. കുടിയിറക്കം ഉണ്ടാകുമെന്ന് തീർച്ചയായി അത് കേട്ടപ്പോൾ തന്നെ കുടിയിറക്കിന് മുമ്പ് തന്നെ കുറേ ആളുകൾ താമസം വിട്ടു പോവുകയുണ്ടായി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുടിയിറക്കിയ ദിവസം 600 അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും 300-ലധികം 400 വരെ എന്ന് പറയുന്നു. കൃത്യമായ കണക്കാർക്കും അറിഞ്ഞുകൂടാ എത്രയും കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത്. അത് സംഭവം നടക്കുന്നത് 66 മെയ് 10, 11 തീയതികളിലാണ്. 10-ാം തീയതി ഒരു ഭാഗത്ത് തുടങ്ങി 4-5 പോലീസുകാരും കൂലിക്കാരും കൂടി വീട് വീടാന്തരം കയറി നടന്ന് നല്ല വാക്ക് പറഞ്ഞും ഭീഷണി ഉപയോഗിച്ചും ആളുകളെ പുറത്തിറക്കി വീടിന് തീ വയ്ക്കുകയാണ് ഉണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. സാധനങ്ങളൊക്കെ പെറുക്കി പുറത്തു വെച്ചു. ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മടിച്ചു നിന്നവരെ പിടിച്ച് വലിച്ചു ചാടിച്ച് പുറത്താക്കിയിട്ട് വീടിന് കത്തിച്ചു. അങ്ങനെ അവർ നീങ്ങുകയാണ് ചെയ്തത്. ആദ്യത്തെ ദിവസം എല്ലാം കത്തിച്ചു. ഒരു 300ഓളം വീട് ആദ്യത്തെ ദിവസം കത്തിച്ചു.
ഷിമോഗ കുടിയിറക്കും അതിൻ്റെ പുനർവിചിന്തനങ്ങളുമായി ഇതാ ഇവർ. അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാൻ 1983 വന്നതാ. 83. അപ്പോൾ ഞങ്ങൾ 83 നാം 34 കൊല്ലമായി. 34 കൊല്ലമായി. കുടിയിറക്ക് കഴിഞ്ഞിട്ട് ഇത് 51-ാം വർഷമാണ്. അച്ഛൻ വരുമ്പോൾ ആ കുടിയിറക്കിപ്പെട്ട് ചെതറിപ്പോയ ആളുകൾ അന്നിവിടെ കുറച്ച് പേര് നിന്നിരുന്നു. അവരൊക്കെ ഇവിടെ ഉണ്ടോ? ഇന്ന് ആളുകളുണ്ടോ? അച്ഛൻ കുടിയിറപ്പിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് പന്തപ്പിള്ളിലെ കാരണവരാണ്. അത് അപ്പൻ. അപ്പനല്ല, വല്യപ്പൻ. ഷീപ്പൻ്റെ വല്യപ്പൻ ജോസ് പേട്ടൻ്റെ അപ്പൻ. അപ്പോൾ അവിടെ വന്ന് ഒത്തിരി നേരം അവിടെ കിടന്നും അവിടെ രാത്രി വന്ന് ഒരു വിളിച്ചെഴുന്നേപ്പിച്ചും അവരുടെ കഞ്ഞി കുടിച്ചുമൊക്കെയാണ് ഞങ്ങളിവിടെ കയറുന്നത്. പുള്ളിയെ പറ്റി ഒത്തിരി അറിയാനും പുള്ളിയുടെ വർത്തമാനങ്ങൾ കേൾക്കാനും പുള്ളിയുടെ സ്ഥലങ്ങൾ കാണാനും മക്കളെ കാണാനും അടുത്ത് പെരുമാറാൻ അന്നിവിടെ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അന്നുള്ളത് ഇവിടെ ഇവരുടെ വല്യപ്പച്ചൻ മൂത്ത ചേട്ടനാണോ? അത് മൂത്ത ചേട്ടനാ? പേര് പറഞ്ഞേ? അതല്ല, കേസ് കടിച്ച ആള് പോത്തൻ ചേട്ടനെ. ഇവിടെയല്ലേ? അല്ലല്ല, അവിടെ തന്നെയാ. അവിടെ പോയി പുള്ളിയുടെ 100 ഏക്കർ കാണുകയും പുള്ളിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. പോത്തൻ അഗസ്തി. അതെ, ഞങ്ങളൊക്കെ അറിയുന്ന പോത്തൻ അഗസ്തി ചേട്ടൻ അവിടെ പോവുകയും പുള്ളിയുടെ കാട്ടിലെ തപസ് ജീവിതം കാണാനും ഒക്കെ കാണും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് വരും, അല്ലെങ്കിൽ അവിടെ കാട്ടു ജീവിതമാണ്. അപ്പോൾ അത് രണ്ടാമത്തത്. പിന്നെ ജോസഫ് ഇവരുടെ പന്തപ്പള്ളി ചേട്ടൻ്റെ മകൻ, അന്ന് പ്രായം ആൾ, വിവരമുള്ള ആളാണ്. അന്നത്തെ ഇതിനെപ്പറ്റിയൊക്കെ വിവരമായിട്ടും ശരിക്കും അറിഞ്ഞ ആളാണ്. പിന്നെ ഉള്ളത് ഇടുവള്ളിയിലാണ് ചാക്കോ ചേട്ടൻ. പിന്നെ അവിടുത്തെ കപ്പ്യാർ തോമസ് ചേട്ടൻ. ഇവിടെ അങ്ങ് പോയതാ. ഇവിടെ നിന്ന് അവരാദ്യം ചെന്ന് അവിടെ ഒളിച്ചു. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പിതാവിൻ്റെ ഓഫറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ തന്നെ ഒന്ന് പൊരുതാം, ഇവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ, നാട്ടിലേക്ക് നാണക്കേടോ ഇങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും, അത് വെച്ചുകൊണ്ട് അവരവിടെ ചെന്നു. അവരൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? അവരൊക്കെ അവർ തോമസ് ചേട്ടൻ വിട്ട് ബാക്കിയുള്ളവരൊക്കെ തന്നെ നന്നായി. തോമസ് ചേട്ടനും പൊതുവിൽ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. തോമസ് ചേട്ടൻ്റെ കാലം കൊണ്ട് നന്നാകാൻ പറ്റിയില്ല. മക്കളൊക്കെ ഇപ്പോൾ ഓരോരോ നല്ല നിലയിലൊക്കെ ആയിട്ടുണ്ട്. ഓരോരും എന്നാൽ പറഞ്ഞു വയ്ക്കാനും കുറേ വസ്തുവൊക്കെ അവർക്കുണ്ട്. മക്കളും ഒക്കെ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ സ്വല്പം നേരിട്ട് അറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ നമ്മുടെ ചാക്കോച്ചേട്ടൻ്റെ, പള്ളിവാതിക്കലെ ചാക്കോച്ചേട്ടൻ്റെ മകൻ അപ്പച്ചനായിരിക്കും. അപ്പച്ചന് കൂടുതൽ വിവരങ്ങൾ, അനുഭവങ്ങൾ പറയാൻ പറ്റിയെന്ന് വരും ഇവരെ പോലെയൊക്കെ. കുടിയിറക്കിന് ശേഷമുള്ളതായിരിക്കും. കുടിയിറക്ക് നടക്കുന്ന നേരത്ത് അത് കണ്ടിട്ടുണ്ടാകണം. അതെ, അവിടെ നടന്നത് കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. ഒരു 10-12 വയസ്സും 15 വയസ്സിനും ഇടയ്ക്കൊക്കെ. ഞാൻ കാണുക മാത്രമല്ല, ഞാൻ അനുഭവിക്കുകയും ചെയ്തതാ. കുന്നേലച്ചനുണ്ട്, അച്ഛൻ മരിച്ചു പോയല്ലോ. അച്ഛനൊന്ന് കാണണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. മരിച്ചിട്ട് 14 കൊല്ലമായി. ചന്ദനയ്ക്ക് പുറകിലോട്ട് പോയത് കുറേ ആളുകളെ പോയുള്ളൂ. കുറേ ആളുകളെല്ലാം പിന്നെ വേണ്ടാന്ന് വെച്ച് നാട്ടിലോട്ട് പോയവരും ആസ്തി ഉണ്ടായിരുന്നവരൊക്കെ നാട്ടിലോട്ട് പോയി. അതിൽ പിന്നെയും നല്ല ഓർമ്മകൾ കിടക്കുന്ന പിതാവിൻ്റെ ഹൃദയമാണ്. പിതാവിൻ്റെ ഹൃദയം ഇതിനു വേണ്ടിയിട്ട് എന്തുമാത്രം സ്പന്ദിച്ചെന്നുള്ളത്. കോൺഗ്രസിന്റെ ഒരു ലീഡറായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? മക്കൾ മരിച്ചുപോയി. താമസിയ പറമ്പില്, അവരുടെ പറമ്പിലാണ് ആൾക്കാർ താമസം. അത് ഈ ടൗണിൽ നിന്ന് എത്ര ദൂരെയാണ്? അത് ഈ ടൗണിൽ 8-10 കിലോമീറ്റർ അമ്പിൻകെട്ട്. ഞങ്ങളവിടെ കുടിയിറക്ക് കഴിഞ്ഞിട്ട് 78 ദിവസം കിടന്നു അവിടെ ആ കാട്ടില്. കാടെന്ന് പറയത്തില്ല, ഫോറസ്റ്റ് ഒന്നുമല്ല, കുറ്റിക്കാട്. ഇവർ പണിത് തെളിച്ചതല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ദാനമ്മ തന്നല്ലോ. തൽക്കാലം കയറി കിടന്നോ എന്ന് പറഞ്ഞ് ദാനമ്മ തന്ന ഒരു സ്ഥലമുണ്ട്. എൻ്റെ പേര് അൻപിൻകട്ടയാണ്. അപ്പോൾ അവിടുത്തെ സ്ഥിതിയെക്കുറിച്ച് വല്ലതും അറിയാമോ? എനിക്ക് ഒത്തിരി അറിയാം അച്ഛാ. ഈ അൻപിൻകട്ടയുമായിട്ട് അച്ഛന് ബന്ധമുണ്ടെന്നും അൻപിൻകട്ടക്കാർ ഇത്രയും അച്ഛനും നമ്മുടെ ആളുകൾക്കും ആശയം തന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി അതിനെപ്പറ്റി വീണ്ടും അന്വേഷിച്ചേനെ. ഇന്ന് ആ ഗ്രാമത്തിൽ പോയി അവിടുത്തെ ഗവൺമെൻറ് പള്ളിക്കൂടത്തിലെ പിള്ളേർക്ക് എങ്ങനെ ഇന്നത്തെ സ്റ്റാൻഡേർഡിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഓർത്ത് അവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജോർജിനും പിന്നെ ഷൈനൊക്കെ നല്ലപോലെ അറിയാം. ജോർജ് തന്നെ പറയുന്നത് അതേക്കുറിച്ച്. എനിക്ക് പറയാനുള്ള ഇവിടെ ആദ്യത്തെ കുടിയേറ്റ സ്ഥലം എന്ന് പറയുന്നത് അന്നാർപുരമാണ്. അതെ, അന്നാർപുരമാണ്. അത് അവിടെ
ഇതിപ്പോൾ ഇന്നത്തെ പരിസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുനിസിപ്പൽ ഏരിയ മലയാളീസ് നല്ല ഒരു 65% മലയാളീസ് തന്നെയാണ് അവിടെ. അത് കഴിഞ്ഞ് ഇവിടെ കുടിയേറ്റം ഉണ്ടായതാണ് ഈ പിന്നെ ഷിമോഗ എൻ്റെ തോട്ടക്കുപ്പ എന്ന് പറയുന്നത്. അവിടെ നിന്ന് കുടിയിറക്കിയ കാലത്ത് ഉണ്ടായിരുന്ന ഈ പോത്തനാഥ് സ്റ്റേറ്റിന് പുള്ളിയൊക്കെ ആദ്യ സമയത്ത് തന്നെ അവിടെ വന്ന് ചേർന്നയാളാണ്. അപ്പോൾ ഈ കുടിയിറക്കേണ്ട സമയത്ത് പുള്ളിക്കൊരു എന്തോ ഒരു പാട്ടച്ചീട്ടോ അതായത് വെച്ചുകൊണ്ട് കോടതിയിൽ പോയി പുള്ളി കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങിച്ചു. സ്റ്റേ വാങ്ങി പുള്ളിയെ മാത്രമേ എന്ന് കുടിയിറക്കാതെ വന്നിട്ടുള്ളൂ. അവിടെ 100 ഏക്കർ സ്ഥലമാണ് പുള്ളിയുടെ. പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് കേസ് കളിച്ച് ഒരു 10-30 കൊല്ലം മേലെ കേസ് കളിച്ച് കോടതികളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് 92 ഇത് ഈ കോടതി 100 ഏക്കർ അനുകൂലമായിട്ട് വിധിച്ചു. അത് സർവേ 47 1850 ഏക്കർ ആ ഒറ്റ സർവേ നമ്പറിൽ തന്നെ കാളിങ്കറാവ് എന്ന് പറയുന്ന ആൾ എൻ്റെ ഭൂമിയായിരുന്നു. അയാളിങ്ങനെ നാട്ടുകാർക്കിങ്ങനെ ഓരോരുത്തിങ്ങനെ കൈകൊണ്ട് കോലി കൊണ്ട് കാണിച്ചാൽ അളന്നു കൊടുത്ത സ്ഥലമാണ്. നല്ല സ്ഥലമാണെന്നും പറഞ്ഞ് നാട്ടുകാരിങ്ങനെ ഓരോരുത്തർ വന്ന് പറഞ്ഞ് മേടിച്ചു. അപ്പോൾ അതേ ഈ 47 അത് പിന്നെ സർവേ നമ്പരിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ മലയാളീസ് ഉണ്ടായിരുന്ന കുടിയേറി കൊടുക്കുന്ന ഭൂരിഭാഗം ആളുകളും. ആ പഴയ കാലത്തിൻ്റെ യാതനകളും പീഡകളും ഒഴിഞ്ഞ് ഈ കാലത്തിൻ്റെ സുഖശീതളയിൽ ഒരു ജനത സമാശ്വസിക്കുമ്പോൾ പുതിയ തലമുറ ആ പഴയ കാലത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് കുടിയിറക്കിന് ശേഷം ആദ്യം സേവനം ചെയ്യാനെത്തിയ MCBS സഭയുടെ ഇപ്പോഴത്തെ സുപ്പീരിയർ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാനന്ന് കുടിയിറക്കപ്പെട്ട ആളിൽ ഒരാളുടെ മകനാണ്. ഈ വീട്ടുപേര് ചെന്നൈക്കാട്ടുകുന്നിൽ വക്കച്ചൻ എന്ന് പറയുന്ന പുള്ളിയുടെ മകനാണ് ഞാൻ. അപ്പം ഇവിടെ 78 തൊട്ട് MCBSൻ്റെ സാന്നിധ്യമുണ്ട് കർണാടകത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നേ ആദ്യത്തെ ഇടുവള്ളിയിലാണ് MCBS ആദ്യം വരുന്നത്. അന്ന് ജോയി പാറക്കലച്ചന്, പിന്നെ മുള്ളോപ്പറമ്പിൽ നമ്മുടെ പട്ടേരിയച്ചനൊക്കെ ഇവിടെ ആദ്യമായിട്ട് സർവീസ് ചെയ്യാൻ വന്ന. ഒരുപക്ഷെ അച്ഛനൊക്കെ അറിയുമായിരിക്കും. എനിക്കത് പാറയ്ക്കൽ അപ്പോൾ അന്നത്തെ ഈ ബുള്ളറ്റായി കിടക്കുന്നതൊക്കെ അന്നത്തെ പാറക്കലച്ചൻ്റെ ജോയി പാറക്കലച്ചൻ്റെ ബുള്ളറ്റാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം അന്ന് കുടിയിറങ്ങിപ്പോയവരൊക്കെ എനിക്ക് തോന്നുന്നത് ചെമ്പേരി, പൈസക്കരി, ചന്ദ്രക്കാമ്പാറ, കാഞ്ഞിരക്കൊല്ലി ഭാഗങ്ങളിലേക്കൊക്കെയാണ് അവർ പോയേക്കുന്നത്. ഇവിടെ തന്നെ കുറച്ച് പേര് അതിനകത്തായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുക. ചാച്ചനൊക്കെ അന്ന് എൻ്റെ ചാച്ചനന്നൊരു 16-17 വയസ്സ് പ്രായമുള്ള ഇതാണ്. അപ്പം അച്ചാൻ പറഞ്ഞാണ് എനിക്ക് കൂടുതൽ ഈ കുടിയിറക്കിനെ പറ്റി ഉള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. എനിക്കൊന്ന് തലശ്ശേരി പിതാവ് അവിടെ വന്നിട്ട് കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലം ഏറ്റെടുത്ത് ആൾക്കാരെല്ലാം കൂടെ കുടിയിരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ചന്ദനക്കാമ്പാറയുടെ മുകളിൽ കോളനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ആൾക്കാരെ കുറേ പേര് എനിക്കൊന്ന് രൂപതയുടെ ഇനീഷ്യേറ്റീവിൽ ഏറ്റെടുത്ത് വള്ളപ്പള്ളി പിതാവ് ചെയ്ത് മണ്ണൂരച്ഛന്, പിന്നെ ഒരച്ഛൻ്റെ പേര് കുന്നേലച്ഛനൊക്കെയാണ് അന്നത്തെ ഇതിനൊരു നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് മണ്ണൂരച്ഛൻ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇതാ നിൽക്കുന്നു. ബാക്കി കുന്നേലച്ഛനൊക്കെ എനിക്ക് തന്നെ മരിച്ചു പോയി തോന്നുന്നു, തലശ്ശേരി മരിച്ചു പോയി. അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ പിന്നീടുള്ള എല്ലാ പണികൾക്കും അതിൻ്റേതായിട്ടുള്ള ബലമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ അടിത്തറ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ ഡെവലപ്മെൻറ്റിനോടും ഇന്നത്തെ തലമുറ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അടിത്തറ വളരെ 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 സ്ട്രോങ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം 78 തൊട്ട് ഇപ്പോൾ 2017 വന്നപ്പോഴത്തേക്കും ഇത് MCBS ഇത് റീജിയനായി, ഇത് ഭദ്രാവതി രൂപതയായി. പിന്നെ അതുപോലെയുള്ള ഇവിടെ അച്ഛന്മാർ തന്നെ എനിക്കൊന്ന് രൂപതയ്ക്ക് തന്നെ അച്ഛന്മാർ ഏകദേശം 10 അച്ഛന്മാരാകുന്നു. മൈനസ് സെമിനാരികളിലേക്ക് ഇഷ്ടംപോലെ പ്രദേശം കിട്ടുന്നു. ഞങ്ങൾ തന്നെ MCBS അച്ഛന്മാർ തന്നെയാണെങ്കിലും 10-27 അച്ഛന്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ശരിക്കും അച്ഛൻ വളരെ യൗവനത്തിൽ എടുത്ത ആ ഒരു നിയോഗവും ആ ഒരു ഉത്തരവാദിത്വം അതിൻ്റെ മാക്സിമം സമയത്തിൻ്റെ പൂർണ്ണതയിൽ തീർച്ചയായിട്ടും അതിനെ 100%. അപ്പം അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അന്ന് അച്ഛൻ ചെയ്ത ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ MCBS ഉണ്ട്, 10-27 അച്ഛന്മാരുണ്ട്. മണ്ണൂരച്ഛനും കുന്നേലച്ഛനും ഒക്കെ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ MCBS വരികയില്ലായിരുന്നു, ഇത് രൂപതയാകലായിരുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കാം. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛന് വളരെ വളരെ അഭിമാനത്തോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടിന്യൂ ഒരു കുഴപ്പമില്ല. കാരണം അത്രയും നന്നായിട്ട് പോയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇത്രയും ഫെയ്ത്ത്ഫുള്ളിലൂടെ വരികയില്ല. അന്ന് കുടിയിറക്കപ്പെട്ടവരുടെ ഭൂമിയാകേണ്ടിയിരുന്ന ഈ സ്ഥലം ഇന്ന് ഫോറസ്റ്റ് അധീനതയിലാണ്. 1966 കുടിയിറക്ക് കാലത്തുണ്ടായിരുന്ന പനപ്പ പൂജാരിയുടെ മകൻ സുരേഷ് പൂജാരിയും
ಚಿನ್ನೈ ಗೌಡരുടെ ಮಗൻ ಸುಬ್ಬಯ್ಯ ಗೌಡரும் തങ്ങളുടെ ചെറിയ ഓർമ്മകൾ പങ്കുവെക്കുന്നു. 66ರಲ್ಲಿ ಇವ್ರನ್ನ ಬಿಡಿಸಿದ್ದು. ಅವಾಗ ಅವ್ರ ಹಿಂದೆ ಸುಮಾರು ಒಂದು ವರ್ಷದಲ್ಲಿ ಬಂದು ಇಲ್ಲಿ ವಾಸವಾಗಿದ್ದರು. ಅದನ್ನು ನಾವು 4ನೇ ಕ್ಲಾಸ್ ಓದ್ತಾ ಇದ್ದೆ ಅವಾಗ. ಅವಾಗ ಕೇರಳದವ್ರನ್ನ ಓಡಿಸ್ತಾರೆ ಅಂದಾಗ ನಾವು ಅಲ್ಲೆಲ್ಲ ಹೋಗಿ ನೋಡಿದ್ದೀವಿ ಅಷ್ಟೇ. ಪೊಲೀಸ್ನವರೆಲ್ಲ ಅವಾಗಿನ ಕಾಕಿ ಪ್ಯಾಂಟು ಟೊಪ್ಪಿ ಅದನ್ನೆಲ್ಲ ನೋಡೋಕ್ಕಂತ ಹೋಗಿದ್ದು ನಾವು. ಈ ಕೇರಳದವ್ರನ್ನ ಮನೆ ಬಿಡಿಸೋದಂದರೆ ಬೆಂಕಿ ಹಚ್ಚೋದು, ಮನೆ ಬಿಡಿಸೋದು ಎರಡು ನೋಡಿದ್ದು ಬಿಟ್ಟರೆ ಮತ್ತು ಇವರೆಲ್ಲ ವಾಸವಾಗಿದ್ದರು. ಎಲ್ಲ ಬಿಡಿಸಿದ್ದು ನಾವು ನೋಡಿದ್ವಿ. ಆಮೇಲೆ ರಿಸರ್ವ್ ಎಲ್ಲ ಬಂದಿತ್ತು. ಆ ಬಸ್ ಎಲ್ಲ ಅವಾಗಿನ ಕಾಲದಲ್ಲಿ ನಾವು ಬಸ್ ನೋಡೋದಂದ್ರೆ ಭಾರಿ ಖುಷಿ ಅಲ್ಲ. ಅಂದರೆ ಇವಾಗಿಂದಕ್ಕೆ ಹೋಲಿಸ್ಕೊಂಡ್ರೆ ಏನಾದ್ರು ಇದ್ದಿದ್ರೆ ನಾವು ಊರಾದ್ರೂ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆಗ್ತಿತ್ತು ಅಂತ ಒಂದು ಅನಿಸ್ತಾ ಇದೆ. ಯಾಕೆಂದ್ರೆ ನಾವು ಈ ಊರು ಭಾರಿ ಮನೆ ನಾವು ಎಳೆದು ಬೆಂಕಿ ಹಾಕಿದ್ದೆಲ್ಲ ನೋಡಿದ್ವಿ. ಸಣ್ಣ ಹುಡುಗರು ಗ್ರಾಮ ಆಯಿತು ಹಿಂದುಳು. ಆದ್ರಿಂದ ಏನಾದ್ರು ಇವರೆಲ್ಲ ಇದ್ದಿದ್ರೆ ಒಂದು ರಸ್ತೆ ಗಿಸ್ತೆ ಎಲ್ಲ ರೀತಿಯ ಮೂಲಭೂತ ಸೌಕರ್ಯದಲ್ಲಿ ಭಾರಿ ಹಿಂದಿದೆ ಈ ಊರು. ಈ ಊರು ಅಂದರೆ ಇದು ಎಲ್ಲ ತೀರ್ಥಹಳ್ಳಿ ತಾಲೂಕು, ಶಿವಮೊಗ್ಗ ತಾಲೂಕು ಎಲ್ಲ ಲಾಸ್ಟ್ ಊರು ಇದು. ഈ കാടിൻ്റെ മർമ്മരം മണ്ണൂരച്ഛന് കേൾക്കാം. ഈ മണ്ണിൻ്റെ ഗദ്ഗതവും ഈ വൈദികൻ അറിയാം. 42 വർഷങ്ങൾക്ക് മുൻപ് ഈ കാലടികളുടെ സ്പർശ താളമറിഞ്ഞ മണ്ണാണിത്. ഇന്ന് ഈ വന്ധ്യവയോധികന്റെ സ്പർശം വീണ്ടുമേൽക്കുമ്പോൾ ഈ മണ്ണും ഈ മാമരങ്ങളും ത്രസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 4 പതിറ്റാണ്ടിൻ്റെ മുൻപത്തെ ഓർമ്മകൾ ഇവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? ഈ കുടിയിറക്കപ്പെട്ട ആളുകളെല്ലാം അന്നത്തെ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് വന്നു. അവർക്കൊന്നും കാര്യമായിട്ടില്ല, അവനവൻ്റെ വീട്ടു സാധനങ്ങൾ മാത്രം. അതുമായി വന്ന് എല്ലാവരും പള്ളിപ്പറമ്പിലാണ് കിടന്നത്, മരത്തിൻ്റെ ചുവട്ടിൽ. പട്ടാളം മുഴുവൻ സന്ധ്യ ആയപ്പോഴേക്ക് പള്ളിയുടെ പരിസരത്തായി. പിറ്റേ ദിവസം രാവിലെ 11 മണിയായി കാണും. ബാക്കി വീടുകളെല്ലാം കത്തിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടി നേരെ പള്ളിയുടെ പറമ്പിലേക്ക് വന്നു. വന്ന് പട്ടാളം മുഴുവൻ പള്ളിക്ക് ചുറ്റും പട്ടാള സിറ്റിയിൽ നിന്നു. കൂലിക്കാർ, പോലീസുകാർ ഇവരെല്ലാം ഉണ്ട്. കുടിയിറക്കപ്പെട്ട ആളുകളും എല്ലാം കാണാനും കേൾക്കാനും വേണ്ടിയുണ്ട്. യാതൊരു രക്ഷയുമില്ല. ആരോട് പറയാനാ? ഞങ്ങൾ പള്ളിയിൽ കയറി. പള്ളിയിൽ കൊള്ളുന്നിടത്തോളം ആളുകൾ, എല്ലാ മതവിഭാഗക്കാരും പള്ളിയിൽ കയറി ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ച് കാണും. അപ്പോഴേക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പള്ളിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഇറക്കി വിട്ടു. കുറേ പേരെ പോലീസ് കയറി വന്നപ്പോൾ അന്നേരം തന്നെ പേടിച്ച് വിഷമിച്ച് ഇറങ്ങിപ്പോയി. മറ്റീലരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞവർ പോയി. അവസാനം ഞാനും 2-3 പേരും മാത്രം ഈ പള്ളിക്കകത്ത് അവശേഷിച്ചു. ആ 2-3 പേരും അവസാനം ഇവരുടെ ഭീഷണിയെ തുടർന്ന് ഇറങ്ങിപ്പോയി. ഞാൻ മാത്രം പള്ളിക്കകത്ത് നിന്നത്. കാരണം ഏതായാലും കൊല്ലാനും തിന്നാനും ഒന്നും പോകുന്നില്ല, ചിലപ്പോൾ തല്ല് കിട്ടിയെന്ന് വരാം. ഞാൻ രണ്ടും കൽപ്പിച്ച് പള്ളിയിൽ മുട്ടയിൽ നിന്നു. അപ്പോൾ 2 പോലീസുകാർ വന്നു. അവരെൻ്റെ 2 കൈക്കും പിടിച്ച് പൊക്കി. അവർക്ക് ഒരു കൈക്കെടുക്കാനേ ഞാനുള്ളൂ. ഏതായാലും അവരെന്നെ ഏൽപ്പിച്ച് നിർത്തി. ഞാനവിടെ നിന്നു. എന്നെ പിടിച്ച ഒരൊറ്റ തള്ളാണ് തന്നത്. ഞാൻ തെന്നിത്തെറിച്ച് പോയി. പള്ളിക്കകത്ത് തന്നെ നിന്നു. രണ്ടാമത് അവരിൽ ഒരുത്തൻ വന്നിട്ട് എൻ്റെ പെടലിക്ക് പിടിച്ച്, അയാളുടെ ഒരു കൈക്കകത്ത് കൊള്ളാനേ ഉള്ളൂ എൻ്റെ പെടലി. പിന്നെ തന്ന ഒരൊറ്റ തത്തീരാണ്. ആ തത്തീരോടുകൂടി ഞാൻ പുറത്ത് മിറ്റത്ത് വീണ് നിലത്ത് കമന്ന് വീണു. അപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ പിടിച്ച് പൊക്കിയിട്ട് അയാളുടെ റിവോൾവർ എടുത്തു. റിവോൾവർ എടുത്ത് എൻ്റെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചു. മുറിഞ്ഞൊന്നുമില്ല, എങ്കിലും ശക്തിയായിട്ട് അയാൾ കുത്തിപ്പിടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ലോവയുടെ ബട്ടൺസ് വലിച്ചു തുറന്ന് വെച്ചോളാൻ പറഞ്ഞു വെടി. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കും, ആ വികാരമൊന്നുമില്ല. ആ രംഗം അതിഭയങ്കരമായിരുന്നു. അയാൾ അലറി, നിന്നെ ഇപ്പോൾ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, എന്നെ സമനില പോയി. ഞാനും പറഞ്ഞു വെക്കണമെന്ന് പറഞ്ഞു, വെടി വെച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ മുഴുവൻ ചുറ്റിലുമുണ്ട്. എല്ലാവരും സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്, എന്തെങ്കിലും സംഭവിക്കുമോ. ഞാൻ ഇന്നിപ്പോൾ ഓർക്കുന്നത്, അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? ഒന്ന് അമർന്നു പോയാൽ പോരെ. ഏതായാലും അതൊന്നും ഉണ്ടായില്ല. അയാൾ ശാന്തനായോ ഇല്ല. ഏതായാലും തോക്ക് പിൻവലിച്ചു. അങ്ങനെ നിന്നു. അപ്പോഴേക്കും നോക്കുമ്പോൾ പള്ളി കെട്ടിടത്തിന് തീ കൊടുത്തു. മെയ് മാസമാണ്. പള്ളി പുല്ലുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ആളി കത്താൻ തുടങ്ങി. 11 മണി 12 മണി സമയമായി. അതിൻ്റെ ജ്വാലയങ്ങ് പോകി. ആളുകളെല്ലാം ചൂട് കാരണം പതുക്കെ പുറകോട്ട് മാറി. ഞാനും മാറി. തീക്കടുത്ത് നിൽക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ടു എല്ലാവരുടെയും. എന്തും സംഭവിക്കാം. ആരെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടാക്കിയാൽ മതി, വെടി തീരും. പിന്നെ 2000 ജനങ്ങളില്ലേ, എന്താ സംഭവിക്കുക? കൂട്ടവെടിയായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു സമനില തെറ്റിയ രീതിയിൽ എൻ്റെ അടുത്ത് നിന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, പാടടാ പാട്ടെന്ന് പറഞ്ഞു.
ഒന്ന് ഓർന്ന് നോക്കണം. ആ പാട്ട് പാടാൻ പറ്റിയ സമയമാണ്. അത് തോന്നുമോ? അയാൾ പാടാൻ തുടങ്ങി. നേതാവേ ക്രിസ്തുരാജ ജേതാവേ ഞങ്ങളി നിതാ വരികയായി സമരഭൂമിയിൽ സമയമായി. ആ പാട്ട് പാടി ഈ 2000 പേരും ആ പാട്ട് പാടി ആവർത്തിച്ച് പാടി. അപ്പോഴേക്ക് പള്ളി ഏതാണ്ട് കത്തിത്തീർന്നു.